ഇതുവരെ കേരളം കേട്ടുകൊണ്ടിരുന്നത് ആ യുവതിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു. ഓഡിയോയും ചാറ്റുമൊക്കെ മാധ്യമങ്ങളിലൂടെ ലീക്കായി പുറത്തു വന്നതാണ് കേരളം മുഴുവൻ കേട്ടതും കണ്ടതുമൊക്കെ. അതിനുശേഷം പെൺകുട്ടി പരാതിപ്പെടുന്നതും തുടർന്ന് പോലീസ് മൊഴിയെടുത്തതും FIR തയ്യാറാക്കിയതും പിന്നീട് FIRൽ നിന്ന് ചോർന്ന് പുറത്തേക്ക് പോയ കാര്യങ്ങളും ഒക്കെയാണ് കേരള സമൂഹം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇനിയിപ്പോൾ എനിക്ക് കുറെ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കൃത്യമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. രാഹുൽ നിയമവഴി തേടുകയാണ്. യുവതി മാധ്യമങ്ങളിലൂടെയായിരുന്നു തന്റെ കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി വഴിയാണ് തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ തുടങ്ങുന്നത്. ഇത് യുവതിക്ക് വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ളതാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് സീൽഡ് കവറിൽ രേഖകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചത്. വക്കീൽ മുഖേനയാണ് രാഹുൽ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. നിർണായകമായ ഒരു നീക്കത്തിലേക്ക് രാഹുൽ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഗർഭഛിദ്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയത് എന്ന് സ്ഥാപിക്കാനുള്ള രേഖകളാണ് രാഹുൽ കോടതിയിൽ കൈമാറിയിരിക്കുന്നത്. പരാതി നൽകാൻ മറ്റൊരാൾ യുവതിയെ സമ്മർദ്ദപ്പെടുത്തുന്നതിന്റെ രേഖകൾ ഉൾപ്പെടെ രാഹുൽ കോടതിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. രാഹുൽ കൊടുത്തിരിക്കുന്ന ഈ രേഖകളിൽ, അതായത് 9 രേഖകൾ പെൻഡ്രൈവിലാണ് രാഹുൽ കൊടുത്തിരിക്കുന്നത്. ഇത് സീൽഡ് വെച്ച കവറിലാണ്. ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു വിവരമുണ്ട്. ബലാത്സംഗം നടന്നുവെന്ന് യുവതി പറയുന്ന കാലത്ത് ഭർത്താവിനൊപ്പമാണ് അവർ താമസിച്ചിരുന്നത് എന്നുള്ളതിനുള്ള തെളിവുകൾ ഉൾപ്പെടെയാണ് രാഹുൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതാണ് യുവതിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. അവർ ഇതുവരെ വാദിച്ചിരുന്നത് വിവാഹം കഴിഞ്ഞ് താൻ 4 ദിവസമേ ഭർത്താവിനൊപ്പം താമസിച്ചുള്ളൂ എന്നുള്ളതാണ്. അതിനുശേഷം രാഹുലുമായി ബന്ധമുണ്ടാകുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എന്നാൽ രാഹുൽ തന്നെ തെളിവുകൾ ഉൾപ്പെടെ ഇപ്പോൾ നിരത്തിയാണ് കോടതിക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന സമയത്ത് ആ യുവതി അവരുടെ ഭർത്താവിനൊപ്പം ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് ഞാൻ അവരെ ബലാത്സംഗത്തിന് ഇരയാക്കിയത് എന്ന് പറയുന്നത് എന്ന റെലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ് രാഹുൽ ഉയർത്തുന്നത്. അതിന്റെ രേഖകൾ, അതായത് അവർ ഭർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെയാണ് രാഹുൽ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. തന്റെ വിവാഹമോചനത്തിന് 5 മാസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കുന്നതെന്നും അടുക്കുന്നതെന്നുമായിരുന്നു പരാതിക്കാരി മുഖ്യമായും എടുത്തു പറഞ്ഞിരുന്നത്. എന്നാൽ പരാതിക്കാരിയുടെ ഇത്തരം വാദങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് നേരിട്ടെത്തി വക്കീലിന് സമർപ്പിച്ചിരിക്കുന്നത്. വക്കീൽ മുഖേനയാണ് കോടതിയിലും ഈ തെളിവുകൾ എത്തിച്ചിരിക്കുന്നത്. ബുധനാഴ്ചയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നത്. ഈ തെളിവുകളെല്ലാം തന്നെ കോടതി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെടുക്കുന്നത്. ഭർത്താവുമായി വേർപിരിഞ്ഞതിന് ശേഷവും ഇവർക്ക് ഭർത്താവുമായി ബന്ധമുണ്ടായിരുന്നുവെന്നാണ് രാഹുൽ സമർത്ഥിക്കുന്നത്. അത് സ്ഥിരീകരിക്കുന്ന ചിത്രങ്ങൾ അടങ്ങിയ തെളിവുകളായിരുന്നു രാഹുൽ കൈമാറിയിരിക്കുന്നത്. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതിനെ തുടർന്ന് രാഹുലിന്റെ സുഹൃത്തായ ജോബിയാണ് ഗുളിക എത്തിച്ചതെന്നും ഇത് കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി വീഡിയോ കോൾ ചെയ്തിരുന്നതായും പരാതിക്കാരിയുടെ മൊഴിയിലുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം വാദങ്ങളെല്ലാം തന്നെ വസ്തുതാവിരുദ്ധമാണെന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ രേഖകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ മുഖേന കൈമാറിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് തൊട്ട് പിന്നാലെയായിരുന്നു ഈ കൃത്യമായ ഒരു രീതിയിലുള്ള നീക്കത്തിലേക്ക് രാഹുൽ കടന്നിരിക്കുന്നത്. നേരത്തെ രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പരാതിക്കാരിയുടെ മൊബൈൽ ഫോൺ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ഓഡിയോ മനഃപൂർവ്വം റെക്കോർഡ് ചെയ്ത് യുവതി കുടുക്കുകയായിരുന്നു എന്നാണ് രാഹുൽ ആരോപിക്കുന്നത്. വിവാഹിതയായ യുവതി അത് മറച്ചുവെച്ച് അടുപ്പമുണ്ടാക്കി എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലികൾ പ്രചാരണം നടത്തിയത്. പ്രത്യേകിച്ച് രാഹുൽ ഈശ്വർ അങ്ങനെ ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ഇത് തെറ്റാണ് എന്ന് യുവതിയുടെ മൊഴിയുമുണ്ട്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചപ്പോൾ അതിലും വ്യക്തമാക്കിയിരുന്നു. അവരുടെ ഭർത്താവുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഞാനുമായി അവർ ബന്ധമുണ്ടാകുന്നത് എന്ന് രാഹുൽ തന്നെ തന്റെ ജാമ്യ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തള്ളിപ്പറയാൻ രാഹുൽ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഈ നിമിഷത്തിൽ നമ്മൾ എടുത്തു കാണേണ്ടതാണ്. ഇവിടെയാണ് യുവതിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. അതായത് അവരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത. ഈ യുവതി അവരുടെ ചാറ്റുകളും ഓഡിയോയും ഒക്കെ മാധ്യമങ്ങളിലൂടെയായിരുന്നു പുറത്തു വരുന്നത്. ആ യുവതിയായിട്ടല്ല ആ ഓഡിയോയും ചാറ്റും ഒക്കെ പുറത്തേക്ക് വിട്ടത്. അവരുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്നായിരുന്നു. അതായത് ഒന്നുകിൽ അവർ അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റവും വിശ്വസ്തയോടെ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ കാര്യങ്ങൾ അവരിൽ നിന്നാണ് ചോർന്ന് പുറത്തു പോകുന്നത്.
അത് ആ യുവതി പോലും അറിഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷേ ഇതാകെ കൈവിട്ടുപോയി. ആ ഒരു ഘട്ടത്തിലാണ് ആ യുവതിക്ക് ഇപ്പോൾ കേസ് പോലും കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് 3 മാസത്തോളം അവർ എടുത്തിരുന്ന ഒരു നിലപാടുണ്ടായിരുന്നു, എനിക്ക് പരാതിയില്ല എന്നുള്ളത്. എന്നാൽ അതും കഴിഞ്ഞ് യുവതിയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമെത്തി. അതായത് എല്ലാവരും ചോദിച്ചു തുടങ്ങി, അങ്ങനെ ഒരു യുവതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ പരാതിപ്പെടുന്നില്ല, ആ പരാതിക്കാരി രംഗത്തേക്ക് വരട്ടെ എന്നുള്ള വലിയ ആഹ്വാനം, വലിയ ഒരു ചോദ്യം ചെയ്യൽ കേരള സമൂഹത്തിൽ നിന്ന് ഉണ്ടായി. ഇതുമാത്രമല്ല, രാഹുൽ വീണ്ടും സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും തനിക്കൊന്നും സംഭവിക്കാത്ത രീതിയിൽ പെരുമാറുകയും വീണ്ടും ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ഘട്ടം എത്തിയപ്പോൾ അതൊരു പക്ഷേ ആ യുവതിയെ കൂടുതൽ വെറുപിടിപ്പിച്ചിട്ടുണ്ടാകാം. ഇത്തരത്തിൽ ഒരുപാട് ന്യായങ്ങളും ചർച്ചകളും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടക്കുന്നത്. എന്തായാലും പിന്നീട് അവരുടെ ക്രെഡിബിലിറ്റി വരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് അവർക്ക് മറ്റ് പോംവഴികളൊന്നുമില്ലാതെ പരാതിപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതിനിടയിൽ ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്നൊക്കെയുള്ള ചില കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ നിർണായകമായ മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതായത് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് വലിയ രീതിയിൽ സമ്മർദ്ദമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിപ്പെട്ടില്ലെങ്കിൽ ജോലി പോലും നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭീഷണി അവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് വിവരം. അങ്ങനെയും ഒരു വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഓഫീസിൽ നിന്ന് ഭീഷണി സ്വരം ഉയരുന്നതിന്റെ ഓഡിയോ ഉൾപ്പെടെ രാഹുലിന്റെ പക്കലുണ്ട് എന്നാണ് വിവരങ്ങൾ. ഒരു ആവശ്യഘട്ടം വന്നാൽ അതുൾപ്പെടെ താൻ കോടതിക്ക് കൈമാറുമെന്ന് രാഹുൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്ന ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ ഗൂഢാലോചന ഉൾപ്പെടെ ആ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരും. ഇത് ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ടില്ല. അദ്ദേഹം ആകെ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഓഫീസിൽ നേരിട്ടെത്തി വക്കാലത്ത് ഒപ്പിട്ട് നൽകി കൂടുതൽ തെളിവുകൾ താൻ മുഖേന കോടതിയിൽ ഹാജരാക്കി എന്നുള്ള വിവരം മാത്രമാണ്. ഇവിടെയാണ് യുവതി വലിയൊരു തിരിച്ചടി നേരിടാൻ പോകുന്നത് എന്ന് നിയമ വിദഗ്ധർ പറയുന്നുണ്ട്. അതായത് ഇവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വസ്തുതകൾ അന്വേഷിക്കുമ്പോൾ, അതായത് വസ്തുതാപരമായി ഇത് ഇഴകീറി പരിശോധിക്കുമ്പോൾ പലതും യുവതിക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്നതായി മാറുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് മാത്രമല്ല, രാഹുൽ നടത്തിയ ഒരു നീക്കവും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രാഹുൽ ഈ വിഷയത്തിൽ ഒരു മാധ്യമങ്ങളോടും ഒരു തവണ പോലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ പലതവണ വട്ടം കൂടി നിന്ന് രാഹുലിനോട് ചോദിച്ചിരുന്നു, ആ ഓഡിയോ നിങ്ങളുടേതാണോ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, ആ പെൺകുട്ടി പരാതിപ്പെടാൻ പോകുന്നു എന്ന് കേൾക്കുന്നു, രാഹുലിന് എന്താണ് പ്രതികരിക്കാനുള്ളത്, അങ്ങനെ പലതരം ചോദ്യങ്ങൾ രാഹുലിന് നേർക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും രാഹുൽ പ്രതികരിച്ചത് ഞാൻ നിയമത്തിന്റെ വഴിയിലൂടെ പോകും എന്ന് മാത്രമായിരുന്നു. എനിക്ക് പറയാനുള്ളത് കോടതിയെ ബോധിപ്പിച്ചുകൊള്ളാം, എനിക്കിവിടുത്തെ മാധ്യമങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കോടതിയെ ബോധിപ്പിച്ചുകൊള്ളാം എന്നുള്ള ഒരു നയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചത്. ഇത് ജനങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൈലേജ് വീണ്ടും കൂട്ടുന്നതായിരുന്നു. അതായത് ആ യുവതി പറഞ്ഞ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും മാധ്യമങ്ങൾ വലിച്ചിട്ട് അലക്കുകയും ചെയ്തപ്പോഴൊക്കെ ആ വിവാദങ്ങളിൽ നിന്ന് മാറി ഞാൻ കോടതിയോട് എനിക്ക് പറയാനുള്ളത് ബോധിപ്പിച്ചുകൊള്ളാം എന്നുള്ള ഒരു നിലപാടാണ് രാഹുൽ സ്വീകരിച്ചത്. ഇതെല്ലാം തന്നെ ആ യുവതിക്ക് വലിയൊരു കുരുക്കായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്.